നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് സമാധാനമാണ് ഉണ്ടാകുന്നത്, ശാന്തിയാണോ ഉണ്ടാകുന്നത്. ഏതൊരു പ്രശ്നങ്ങളെന്നും നമുക്കറിയാം, പുറത്തുള്ള ജോലി തിരക്കുകളും അതിൻ്റേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, നമ്മുടെ ബിസിനസ്സും അതുപോലെ നമ്മുടെ മറ്റെല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളിൽ നിന്നും ഒരു വലിയ ഭാരവുമായിട്ടാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് വീടുകളിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു ശാന്തി ഉണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, നല്ലൊരു അന്തരീക്ഷമുണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്തത്, എങ്ങനെയാണത് നമ്മൾ രൂപീകരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ പാകപ്പെടുത്തി എടുക്കേണ്ടത്, ആ ദാമ്പത്യത്തെ മധുരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ചെറിയ അറിവുകളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഈ ഒരു സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 30-ാമത്തെയും 21-ാമത്തെ വചനത്തിൽ, നിങ്ങൾ സ്നേഹവും കാരുണ്യവും ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെ പരസ്പരം ഒന്നിപ്പിച്ചു എന്നും, അതേപോലെ മവദ്ദത്തൻ വ റഹ്മ എന്ന പദമാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതേപോലെ ശക്തമായ മീസാക്കൻ ഖലീല, ശക്തമായ ഒരു കരാറാണ് നിങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മളിങ്ങനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അന്തരീക്ഷത്തിൽ ജീവിച്ചു വന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ്, അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. പരസ്പരം എങ്ങനെ അങ്ങനെ ഒരു ബന്ധമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഏതോ ഒരു നാട്ടിൽ ജീവിച്ച് ഏതോ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി മകളായി ജനിച്ചിട്ട് പരസ്പരം ഒരൊറ്റൊരു ആ ശക്തമായ ഒരു കരാറ് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കുന്നു, അവരുടെ വിഷമവും പ്രയാസവും നമ്മളെ വിഷമം ഇത് പരസ്പരം പങ്കുവെക്കാൻ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ, അതുപോലെ അവരുടെ ശരീരം നമുക്ക് ഉടമപ്പെടുത്താൻ, അങ്ങനെ വലിയൊരു കരാറാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ വലിയൊരു അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് അത് സുബ്ഹാനഹു തആല പറയുന്നത് തന്നെ മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ അതേപോലെ പലപ്പോഴും പല ആളുകളും വിവാഹിതരായിട്ടും ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അകന്നു പോവുകയും, എത്രയോ അവരൊരു വീട്ടിൽ ഒരു റൂമിൽ താമസിക്കുകയാണെങ്കിൽ പോലും, ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും വളരെ ഒരു അകന്ന രീതിയിൽ, ഒരു ബന്ധമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആരോ കണ്ട പോലെ ആരോ ആയതുപോലെയൊക്കെ ആയിട്ട് ജീവിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് സന്തോഷത്തിലാകാൻ, ദാമ്പത്യത്തിൻ്റെ മധുരം അനുഭവിക്കാൻ ഒരു സ്ത്രീ പുരുഷന്മാരാണ് കൂടുതൽ കാണുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു അംഗീകാരത്തെ ആഗ്രഹിക്കുന്നവളാണ് അവർ ഒരുപാട് നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നമ്മളെ കുട്ടികളെ നോക്കുന്നു, നമ്മളെ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നു, നമുക്ക് വീടുകൾ വൃത്തിയാക്കുന്നു. അപ്പോൾ നമുക്കറിയാം, വീടുകളുമായി ബന്ധപ്പെട്ടിപ്പോൾ നല്ല ജോലി തിരക്ക് അവൾക്കുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അവൾ ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മളതിന് അതവർ ചെയ്യേണ്ടതല്ലേ, അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാനെങ്ങാനും നമ്മളൊരു ദിവസം ഭക്ഷണം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യമായ ഒരു അസുഖത്തിൽ പെട്ടു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും എവിടെയെങ്കിലും തൻ്റെ കുടുംബ വീട് സന്ദർശിക്കാനോ മറ്റോ പോയിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ മാതാവിനെയും പിതാവിനെയും കാണാനോ പോയിട്ടാകുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രമാത്രമാണെന്ന്. അപ്പോൾ അവിടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നിനും ചെറിയ ചെറിയ കാര്യത്തിനും വലിയ അംഗീകാരങ്ങൾ നമ്മൾ നൽകുക അവർക്ക്. ആ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ. പലപ്പോഴും നമുക്കറിയാം, വഴിതെറ്റിപ്പോകുന്ന പെൺകുട്ടികൾ പലപ്പോഴും വീണു പോകുന്നത് തന്നെ ചില കമൻറ്റുകൾ കൊണ്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ വീടുകളിൽ അംഗീകാരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ, ഒരു അംഗീകാരവും അതുപോലെ നല്ലൊരു കമൻറ്റൊക്കെ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമാണത്, നല്ല കമൻറ്റുകൾ, അതിനെപ്പറ്റി നല്ലത് പറയുക ആളുകളെന്ന്. പക്ഷേ പോസിറ്റീവായി സംഭവിക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ, ദാമ്പത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ അവിടെ ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ നല്ല അംഗീകാരങ്ങൾ നൽകുക, അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ പറയുക. ചിലപ്പോൾ അവർ ധരിച്ച വസ്ത്രം, അതിനുവേണ്ടി ഇവിടെ പോലും മതപരമായി ചിന്തിക്കുമ്പോൾ പോലും ചില ആളുകൾ പറയും കളവ് പറയാൻ പാടുണ്ടോ. പക്ഷെ അവൾ സൂപ്പർ അല്ലെങ്കിലും ആ വസ്ത്രം അത്ര അല്പം മോശമാണെങ്കിൽ പോലും നമുക്ക് കാണുന്ന സമയത്ത് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നല്ല നല്ല കമൻറ്റുകൾ അതിനു വേണ്ടി പറയുക. അതൊരു കളവായിട്ടല്ല, നല്ല കാര്യമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ അവർ ഭക്ഷണം നൽകുമ്പോൾ, അവർ എന്തെങ്കിലും നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാനും, അതുപോലെ നല്ല കമൻറ്റുകളൊക്കെ പറയാനൊക്കെ നമ്മൾ ശ്രമിക്കുക. സന്തോഷം പ്രകടിപ്പിക്കുക. നമ്മളവർ ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണത്, സന്തോഷം പ്രകടിപ്പിക്കുക എന്നത്. പലപ്പോഴും നമ്മളത് നമുക്കിപ്പോൾ ഏതെങ്കിലും പുറത്ത് പോയി, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോയി അങ്ങനെയൊക്കെ വന്നിട്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അപ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഭക്ഷണം സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ, അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ കഴിച്ചു എന്നൊക്കെ നമ്മൾ പറയും. വളരെ വലിയൊരു
ദാമ്പത്യത്തിൻ്റെ തകർച്ചയ്ക്ക് വരെ കാരണമാകുന്ന പോയിൻറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ കുറച്ച് ഇരിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക. അവർ ആ ഭക്ഷണം കഴിക്കാണ്ട് നല്ല കമൻറ്റ്, എത്ര നമ്മൾ കഴിച്ചാലും ഒരു അല്പം കഴിക്കാൻ നമുക്ക് എന്തായാലും കഴിയുമല്ലോ. എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറയുക, നല്ല കമൻറ്റ് പറയുക. അതുപോലെ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന അവർക്ക് വേണ്ടി കൊടുക്കാൻ നമ്മുടെ അടുത്ത് സമയമില്ല. ഒരുപാട് മൊബൈലും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ ഇൻസ്റ്റാളിലൊക്കെ ഇങ്ങനെ റീൽസ് നോക്കാൻ വേണ്ടി നമുക്കൊരുപാട് സമയമുണ്ട്. പക്ഷേ വീട്ടിലെത്തുമ്പോഴെങ്കിലും ഈ മൊബൈലൊക്കെ മാറ്റി വെച്ച് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്, നീ എത്രമാത്രം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിലും അതേപോലെ ഞാനും നിന്നോട് ഒരുപാട് അങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ നമുക്കറിയാം. പരസ്പരം വസ്ത്രമാണെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചത്. അതായത് നീ അവർക്കൊരു വസ്ത്രമാണ്, അവൾ നിനക്കൊരു വസ്ത്രമാണ് എന്ന രീതിയിലാണ് ആ വസ്ത്രം എന്ന അത് ആ മനോഹരമായൊരു ഉപമ നിങ്ങൾക്കത് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. 2-ാം അധ്യായം 287 വചനം. അവിടെ ആ പരസ്പരം വസ്ത്രമാണ്. വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? വസ്ത്രത്തിൻ്റെ പ്രത്യേകത നമ്മളെ കുറവുകൾ മറച്ചു വെക്കും, നമ്മളെ ഭംഗിയെ കാണിക്കും. ഇത് നമ്മളെ കുറവുകൾ മറച്ചു വെക്കും. അതേപോലെ പിന്നെ പരസ്പരം വസ്ത്രമാണെന്നാണ് പറഞ്ഞ്. അപ്പോൾ അവരുടെ ഭംഗിയെ നമ്മൾ അവരുടെ കുറവുകളെ മറച്ചു വെക്കുക. അവരെന്തെങ്കിലും പരസ്പരം എന്തെങ്കിലും അവർക്ക് ഇപ്പോൾ നമുക്കറിയാം പല വീട്ടിൽ നിന്നും പല സാഹചര്യത്തിലൂടെ കടന്നു വന്ന് ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു ന്യൂനതകൾ കാണുമ്പോൾ ഒരുപാട് അവർ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മോശം അവളുടെ ഒരു പ്രവൃത്തി കാണുമ്പോൾ അതിനേക്കാൾ ഒരുപാട് നന്മ മറ്റു പ്രവൃത്തികളുണ്ടാകാം. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ തിന്മയായി തോന്നാമെങ്കിലും ആന്തരികമായി ചിലപ്പോൾ നന്മയാകാം, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം വസ്ത്രമാണെന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് അതുപോലെ അവർക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക. അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നത് മറ്റൊരു വിഷയമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് നമുക്കറിയാം കാഴ്ചയിലൂടെയാണ് മനുഷ്യൻ്റെ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ നല്ല വാങ്ങിൽ അണിഞ്ഞൊരുങ്ങണം, നല്ല വസ്ത്രം ധരിക്കണം, മൊയിലാഞ്ചി ധരിക്കണം, അല്ലെങ്കിൽ സുഗന്ധങ്ങൾ മണിയർ ഉപയോഗിക്കണം. ഒക്കെ നമുക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ സ്ത്രീകൾക്കും ആഗ്രഹങ്ങളുണ്ടാകാം, നമ്മൾ നല്ല വസ്ത്രം ധരിക്കണമെന്നും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരിക്കൽ അണിഞ്ഞൊരുങ്ങുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒരു സഹാബി രാത്രി അണിഞ്ഞൊരുങ്ങുമ്പോൾ പറയാറുണ്ടായിരുന്നു, എന്ത്, നാളെ പരലോകത്ത് എനിക്കെതിരെ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തു, അപ്പോൾ അവൾക്കെതിരെ ഒന്നും ഞാൻ ചെയ്തു കൊടുത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ടി ഒരുപാട് വസ്ത്രങ്ങൾ, നമുക്ക് വേണ്ടി ഭക്ഷണങ്ങൾ റെഡിയാക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല നല്ല അണിഞ്ഞൊരുങ്ങുന്നു, മൊയിലാഞ്ചികൾ ധരിക്കുന്നു, സുഗന്ധങ്ങൾ പൂശുന്നു മണിയറയിൽ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്ത്? നമ്മൾ സമയം കൊടുത്തു, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു, നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞു. അവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്ന് നമ്മൾ നോക്കണം. ചില ആളുകൾ പറയും, കല്യാണം കഴിഞ്ഞാൽ അടുത്ത കുറച്ച് കാലം ആയവർ പോലും, കുറച്ച് കാലമായിട്ടുള്ള 1 വർഷം 2 വർഷം ആയവർ പോലും അങ്ങാടികൾക്ക് ഇറങ്ങുകയും ക്ലബിലും കളിയിലും മറ്റു വിനോദങ്ങളിലുമാവുകയും കൂട്ടുകാരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും പാതിരാ സമയത്ത് വീട്ടിലേക്ക് കയറി വരികയും എന്നിട്ട് നമുക്ക് ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും അവസ്ഥ നമുക്കറിയാം, എത്രമാത്രം പിന്നീട് ഒരു നല്ലൊരു ബൗണ്ട് അവിടെ ഉണ്ടാകുമെന്നത്. അതുപോലെ സെക്സൽ ലൈഫിലൊക്കെ വലിയൊരു പരാജയത്തിന് തന്നെ അത് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ എത്ര സൗന്ദര്യവതിയാണെങ്കിൽ പോലും അത് ആസ്വദിക്കാനോ പരസ്പരം നല്ല രീതിയിൽ പങ്കുവെക്കാനോ ഒന്നും സാധിക്കാതെ വരുന്നത് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, കിച്ചണിലൊക്കെ സഹായിക്കണം. പ്രവാചകൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രങ്ങൾ തുന്നുകയും ഭാര്യമാരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ, നിരവധി രംഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ചെറിയ ചെറിയ വിനോദങ്ങൾ, ചിലപ്പോൾ പല ആളുകൾ പറയും വിനോദങ്ങളിൽ അവരെ കൂട്ടിയിട്ട്, ഇപ്പോൾ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ആയിഷ റളിയല്ലാഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം, പള്ളിയിൽ നടക്കുന്ന കായിക വിനോദങ്ങൾ കാണാൻ വേണ്ടി പ്രവാചകൻ തൻ്റെ കൈ വെച്ചു കൊടുത്തതും അതിൽ ഊങ്ങി നിന്നുകൊണ്ട് ആയിഷ ഇത് കണ്ടതൊക്കെ എല്ലാ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ അവർക്ക് വേണ്ടി സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ അണിഞ്ഞൊരുങ്ങുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും പുറത്തൊക്കെ കൂട്ടിയിട്ട് പോകാം. അതേപോലെ ചില കമൻറ്റുകൾ, ചിലപ്പോൾ ചില സ്ത്രീകൾ പറയുന്ന കമൻറ്റുകൾ നേരെ ഓപ്പോസിറ്റായിട്ട് മനസ്സിലാക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പറയും, നിങ്ങൾ തന്നെ ഇതുവരെ എവിടെയും കൊണ്ടുപോയിട്ടുണ്ടോ? ചിലപ്പോൾ ആളുകൾ നമ്മൾ പറയാറുണ്ട്, ആന വാങ്ങിക്കൊടുത്താലും തോട്ടി വാങ്ങില്ല അതിനായിരിക്കും കുഴപ്പമെന്ന് ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി ഒന്ന് തെറ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യം വളരെ വിശാലമാവുകയും വളരെ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുമെന്നതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ അവിടെ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഇതെങ്കിലും നമുക്ക് വാങ്ങി തന്നു, അപ്പോൾ ഈ സമയത്ത് അവർ ഉദ്ദേശിച്ച സാധനം അവർ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ അതൊക്കെ വലിയ ഉപകാരം, നമ്മുടെ ദാമ്പത്യത്തിൻ്റെ മധുരിക്കാൻ വലിയ ഉപകാരങ്ങൾ ചെയ്യുമെന്നത് യാതൊരു സംശയമില്ല.
അതേപോലെ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടാകും, എവിടെയെങ്കിലും ഇതുവരെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടാകും, കല്യാണം ചെയ്ത് എത്ര വർഷമായി അല്ലെങ്കിൽ ഒരു ടൂർ കൊണ്ടുപോയിട്ടുണ്ടാകും. പക്ഷേ വർഷം ടൂർ പോകുന്ന ആൾക്ക് 6 മാസം കൂടുമ്പോൾ ടൂർ പോയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് അവൾ എവിടെയോ പോകാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അതുപോലെ അവർക്ക് വേണ്ടി നല്ല അണിഞ്ഞൊരുങ്ങുക, ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിയേക്കുക, അവർ അടുക്കളയിൽ സഹായിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല കമൻറ്റുകൾ പറയുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ദാമ്പത്യം മധുരിക്കുകയും മണിയറിലൊക്കെ ഒരു സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുകയും ചെയ്തത്. അതുപോലെ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയും പ്രശ്നമാണെങ്കിൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം തർക്കമാണെങ്കിൽ എന്ത് സമാധാനം അവിടെ ഉണ്ടാകും. പക്ഷേ അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തൊരു സമാധാനം, ഒരു നല്ലൊരു സുഖവും സന്തോഷവും അതിലൂടെ നമുക്കൊക്കെ കിട്ടും. അതൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുകയും മനസ്സിലാക്കുകയും പരസ്പരം അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. അവർക്ക് എന്താണ് ഇഷ്ടം, ഏത് കളറാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്, നമ്മളെങ്ങനെ എന്തൊക്കെ പറഞ്ഞാലാണ് അവർ സ്നേഹിക്കുക, അവരുടെ മുഖഭാവം പോലും നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ചില ആളുകളെ നമ്മൾ ഭാവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാറുണ്ട്. ചില നമ്മളെ സുഹൃത്തുക്കളെയൊക്കെ നമുക്കറിയാം, അവനെന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണെങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവൻ എങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, എന്തായിരിക്കും അവൻ്റെ പൊസിഷൻ, എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ചില സുഹൃത്തുക്കളെ പറ്റി, അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നമുക്കറിയാം. അതേപോലെ നമ്മളെ ഭാര്യമാരെക്കുറിച്ചും അവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അവർ പുറത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നല്ല, നമുക്ക് കംഫോർട്ടായ ഏതെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, ഏത് വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ അവർ കംഫോർട്ടാകുന്നത്, ഏത് രീതിയിലുള്ള കമൻറ്റുകൾ പറയുമ്പോഴാണ് അവർ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയുള്ള സാധനങ്ങൾ അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതേപോലെ സമ്മാനങ്ങൾ നൽകുക എന്നൊരു വിഷയം കൂടി ഇതിൽ പറയേണ്ടിയിരിക്കുന്നു. സമ്മാനങ്ങൾ നൽകുക, ഗിഫ്റ്റുകൾ നൽകുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും വലിയ എന്തെങ്കിലും സമ്മാനം നൽകുന്നതിനെ സംബന്ധിച്ചാണ്. ഒരിക്കലുമല്ല. വലിയ സമ്മാനങ്ങൾ നൽകേണ്ട ഒരു ആവശ്യം തന്നെയില്ല. അവർക്ക് ചെറിയ ചോക്ലേറ്റ് കൊടുത്താൽ പോലും ചില സന്ദർഭങ്ങളിൽ വലിയൊരു ഗിഫ്റ്റായിട്ട് വരും. അത് നമ്മളൊരു പ്രത്യേക പാക്കറ്റായി, പ്രത്യേക പാറ്റേണായി പൊതിഞ്ഞൊക്കെ നൽകുമ്പോൾ, ചെറിയൊരു മോതിരമാണെങ്കിലും പോലും അതൊരു വലിയ സന്തോഷം നൽകും, ഒരു സൽവാർത്തിട്ട്. ഇപ്പോൾ നമ്മൾ അതേപോലെ എന്തെങ്കിലും അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നമുക്കറിയാം, നമുക്ക് വേണ്ടി എന്നും അവർ പ്രവർത്തിക്കുകയാണ്, എന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ അവരെന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ നൽകാം, അല്ലെങ്കിൽ അല്ലാതെ പ്രത്യേകമായി അവർക്ക് ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, നമുക്കറിയാം വെഡ്ഡിങ് ആനിവേഴ്സറി പോലെ, ബർത്ത്ഡേ പോലെ ഒരു പ്രത്യേക ആഘോഷമായി കേൾക്കാക്കി വലിയൊരു ആഘോഷമാക്കണമെന്നില്ല, മറിച്ച് അവർക്ക് അതിൻ്റെ പേരിൽ ഒരു ചെറിയ ഗിഫ്റ്റിങ് നൽകുക. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കാണ് അവർ വലിയ പരിഗണന നൽകുന്നത്. അവർ വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നത് ചെറിയ കാര്യങ്ങളിലാണ്. ഇപ്പോൾ അവർ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, അപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞു, അവർ സൂപ്പറാണ്, അപ്പോൾ നീ നന്നായി ഉണ്ടാക്കാൻ നിനക്ക് കഴിവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചെറിയൊരു വാക്കുകളാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ നല്ലൊരു തോട്ടാണ്, എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നതിൽ അതിലൂടെ സന്തോഷം ഉണ്ടാകുന്നു. നമുക്കറിയാം, പുകഴ്ത്തുമ്പോൾ, നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ ഡോപ്പമിൻ പോലുള്ള ഹോർമോണുകളാണ് ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നത്. സമ്മാനങ്ങൾ നൽകുമ്പോൾ, ഗിഫ്റ്റുകൾ നൽകുമ്പോൾ നല്ല നല്ല ഹോർമോണുകളാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലുള്ള സന്തോഷം, സമാധാനം ഉണ്ടാകും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനം നമുക്ക് ഉണ്ടാകണമെന്നാണ്. അതുപോലെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, പ്രവാചകൻ പഠിപ്പിച്ച വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, മതപരമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മൃഗങ്ങളോട് പോലും കരുണ കാണിക്കണമെന്നാണ്. അതുപോലെ മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമാണെന്നാണ്. അതുപോലെ പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ, അതായത് മസ്ജിദ് നബവി, മസ്ജിദ് അക്സ പോലെ വലിയ പ്രധാനപ്പെട്ട പള്ളികളിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണെന്ത്? ഒരു സുഹൃത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക, അവൻ്റെ ഒരു അസുഖമായി അവൻ്റെ കൂടെ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്ന് അപ്പോൾ അത് നീക്കി കൊടുക്കാൻ വേണ്ടി കൂടെ വരെ ചെല്ലുക. അപ്പോൾ തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ, അപ്പോൾ അതിനെത്രമാത്രമായിരിക്കും മതപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രതിഫലം. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു, തൻ്റെ ഭാര്യയുടെ വായിൽ ഒരുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പോലും വലിയ പുണ്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഒരുള്ള ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുക ഭാര്യയുടെ. പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവൾക്ക് വേണ്ടി പ്രത്യേകം അണിഞ്ഞൊരുങ്ങാറുണ്ട്, സുഗന്ധങ്ങൾ പൂശാറുണ്ട്, മുടിയൊക്കെ പ്രത്യേക രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വെട്ടി ഒതുക്കാറുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടി. പക്ഷേ ഇവിടെ കാലങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത്ര സൗന്ദര്യവതിയായ നല്ല പെൺകുട്ടികളിൽ പോലും, നല്ല അടക്കവും ഒതുക്കവും സൗന്ദര്യമൊക്കെ പെൺകുട്ടികളിൽ പോലും കാണുമ്പോൾ ദാമ്പത്യം വളരെ പരാജയപ്പെട്ട രീതിയിൽ കാണാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നില്ല എന്നതാണ്. നമുക്കറിയാം, പഞ്ചായത്തുകളിൽ ചെറിയൊരു കോഴിക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വായ വെക്കാൻ, ഒരു കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി 4 ജീവികളെ നൽകുമ്പോൾ, 4 വായത്തണ്ട് നൽകുമ്പോൾ പോലും ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടായിരിക്കും നമുക്ക് അത് നൽകുക.
അതെന്തിനാ ഈ 4 വായ വെക്കാൻ എന്ത് ഉപദേശം? ഇത് ആഴ്ചക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പോലെ നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ 4 കോഴിക്കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ട്, ഒരു പശുക്കുഞ്ഞിനെ, ഒരു ആട്ടുകുഞ്ഞിനെ തരാൻ വേണ്ടി ഇത്ര ക്ലാസ് എടുക്കുന്നതിന്. പക്ഷേ അതിനെക്കുറിച്ചുള്ള നോളജ് നമുക്ക് ആവശ്യമാണ് എന്നാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് കൊണ്ടുപോകാനും അതിനെ വളർത്തിയെടുക്കാനും അതിലൂടെ ഒരുപാട് ഉണ്ടാക്കാനൊക്കെ സാധിക്കൂ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ. അതേപോലെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഭാര്യമാരെ കൃഷിയിടമായി ഉപമിച്ചിട്ടുണ്ട് ഖുർആൻ. അവൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്ന ഒരു ഉപമ കാണാൻ വേണ്ടി സാധിക്കും. പല വിമർശകന്മാരും വിമർശിക്കുന്നൊരു വചനമാണ് കൃഷി എന്ന് വെച്ചാൽ. ചില ആളുകൾ വിചാരിച്ച അങ്ങനെ, അതായത് ഓഫീസിൽ ഇങ്ങനെ ടൈയൊക്കെ കെട്ടി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്ന ആളുകൾ ഇത് വായിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകില്ല. കൃഷിയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്, അത് വളരെ തെറ്റല്ലേ, കൃഷിയോ ആർക്കുമാണ് കൃഷി ചെയ്യുക, മറ്റവർക്ക് പടത്തിന് കൊടുക്കുക, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് വളരെ സൗന്ദര്യമുള്ള നല്ലൊരു അടിപൊളിയായ ഒരു വാചകമാണത്. കൃഷി നമ്മളെങ്ങനെ കാണും നമ്മുടെ കൃഷിയെ? ഒരു കർഷകനോട് ചോദിക്കണം അത് കൃഷിൻ്റെ അവസ്ഥ എന്ത്. 4 വായ പാറയിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്രയായിരിക്കും. അതുപോലെ ഒരു വായ കൃഷി, എന്ത് കൃഷിയാണെങ്കിലും ഒരു കർഷകന് ആ നിലവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഒരു ബൗണ്ടുണ്ട്. അതുപോലെ അവൻ മറ്റൊരാളെ അതിലേക്ക് ഇതാക്കാൻ സമ്മതിക്കില്ല. പല ജീവികൾ എന്തെങ്കിലും പുറത്തുനിന്ന് വരാൻ അവൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി പ്രത്യേക മതിൽ ചുറ്റുകൾ നടത്തും. അവൻ പ്രത്യേക ഇത് നടത്തും. പ്രത്യേകമായിട്ട് അതിനെ കള കീറുകയും ഇതാക്കുകയും അതിന് വേണ്ടുന്ന രീതി. ഇപ്പോൾ തെങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ തടമെടുക്കുകയും അങ്ങനെ ബായാണെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും. എപ്പോഴും അവൻ്റെ ചിന്ത അതായിരിക്കും, കർഷകൻ്റെ ചിന്ത അതായിരിക്കും. തൻ്റെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവൻ്റെ ചിന്ത. അപ്പോൾ ഇവിടെ ഭാര്യയുമായി നമ്മൾ തട്ടിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം അവരത്രമാത്രം നല്ല രീതിയിൽ കാണാനും അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ പ്രവാചകൻ്റെ ഒരു വചനം കൂടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നിങ്ങളുടെ രാജ്ഞിമാർ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യൻ, നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ നമുക്ക് അഭിനയിക്കാൻ കഴിയും. ഇവിടെ വലിയൊരു പ്രത്യേകത, ഇപ്പോൾ പ്രേമിച്ചൊക്കെ വിവാഹം ചെയ്യുന്ന ആളുകൾ ഭയങ്കര അവരെ പ്രേമം ലൈല മജ്നു എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അവരെ പ്രേമം സ്നേഹമൊക്കെ കണ്ടാവുന്നു ഭയങ്കരമാണ്, ഇത് എവിടെയോ എത്തിപ്പോയി, ഇത് കാലാകാലം ഇവർ പിരിയില്ലാന്ന് വിചാരിക്കും. മംഗലം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ പിരിഞ്ഞതായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഡൈവോഴ്സുകൾ നടക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഒരു അഭിനയമുണ്ട് പുറത്ത്, ഒരു പുറമോടിയുണ്ട് നമ്മളുടെ ആളുകളുടെ മുമ്പിൽ ഇടപഴകുന്ന പോലെ. അപ്പോൾ നമുക്ക് സംസാരത്തിൽ പോലും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ക്യാമറക്ക് മുമ്പിൽ, ഇപ്പോൾ ക്യാമറ ഉണ്ട്, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ കടന്നു വരികയാണെങ്കിൽ പോലും ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നു പറഞ്ഞാൽ അവർ സംസാരിക്കുന്ന രീതിയും മറ്റു ചില എന്നോട് വന്ന് സംസാരിക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും. ഞാൻ കുട്ടികളോടും എൻ്റെ മാതാവിനോടും എൻ്റെ ഭാര്യയോടൊക്കെ സംസാരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഓരോന്നും ഒരു പാറ്റേൺ വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്ന രീതികൾ. അതുപോലെ ഇവിടെ നമ്മുടെ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഇവിടെ നമുക്ക് അഭിനയമില്ല. അവിടെ യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് അഭിനയിച്ച് സംസാരിക്കാൻ കഴിയില്ല. എൻ്റെ ഭാര്യയോട് കുറച്ച് 1-2 ദിവസം വേണം അഭിനയിക്കുക, ഫസ്റ്റ് വന്നാക്കുക. പിന്നെ നമുക്ക് അഭിനയിക്കാം. ഞാൻ എന്താണോ അതായിരിക്കും അവളുടെ മുമ്പിൽ, അവൾ എന്താണോ അതായിരിക്കും അവൾ എൻ്റെ മുമ്പിൽ. അപ്പോൾ അവിടെ അതാണ് അധികം ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനഃപൂർവ്വമായി ബോധപൂർവമായി അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല കമൻറ്റുകൾ പറയാം, നല്ല വാക്കുകൾ പറയാം, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നല്ലൊരു ഫോട്ടോ നമുക്ക് അയച്ചു തന്നാൽ. അപ്പോൾ പല പ്രവാസികളും പറയാറുണ്ട്, പിന്നെ പലപ്പോഴും പല ആളുകൾക്കും, അധികമായ ആളുകൾക്ക് ഇവരെ കാമുകിമാരുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെന്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു ചാനൽ ചർച്ചയിൽ ഒരു ഉദാഹരണമായി ഒരാൾ പറഞ്ഞത്, പിന്നെ ഭയങ്കര രസകരമായ കാര്യം, കാമുകി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് പോലെ അദ്ദേഹം പറയാം, അത് വേണ്ട സാധനം മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പോയിട്ട്. പക്ഷേ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത്, അതായത് നമ്മൾ പലപ്പോഴും അവരെ മനസ്സിലാക്കുന്നില്ല ആഴത്തിൽ. അതുപോലെ അവർക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് നല്ല നല്ല കമൻറ്റുകൾ പറയേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല രീതിയിൽ പെരുമാറാൻ, നല്ല നല്ല വാക്ക് പറയാൻ. കറി മോശമാണെങ്കിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. നമ്മളെ ഉമ്മമാർ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ മോശം പറയും, മോശമാണെങ്കിൽ പോലും പറയില്ല. അതുപോലെ പണ്ടൊക്കെ നമുക്കറിയാം ഭക്ഷണം കിട്ടാനില്ല, ആ സമയത്ത് കഞ്ഞി കിട്ടിയാലും കഞ്ഞി ഉപ്പൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വ്യത്യസ്തമായ യൂട്യൂബും ചാനലും നോക്കിയിട്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ല നല്ല കമൻറ്റുകൾ പറയാനും ഒരു അംഗീകാരം നൽകാനും സൂപ്പറാണെന്ന് പറയാനും, അതുപോലെ അവരുടെ പ്രയത്നത്തെ ഒന്ന് അംഗീകരിക്കാൻ നമ്മളെപ്പോഴും തയ്യാറാകണം. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതുപോലെ നല്ല കമൻറ്റുകൾ പറയാൻ ഒക്കെ നമ്മൾ സന്നദ്ധരാകണം. അതേപോലെ ഇതിന് അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, സെക്സിലേക്ക് വരുമ്പോൾ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് പറയാതെ ഈ ദാമ്പത്യത്തിൻ്റെ വിഷയം പൂർണ്ണമാവുകയില്ല എന്നതുകൊണ്ട് ആ ഒരു ഭാഗം കൂടി ഒരല്പം പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ചെറുപ്പക്കാരല്ലാത്ത വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹിതരും വിവാഹം കഴിക്കാൻ പോകുന്നവരും ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ
ഒരു പുരുഷൻ്റെ ബലം കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം മണിയറയിലേക്ക് അവളെ ക്ഷണിക്കുക, അത് അവളുമായി ക്ഷയിക്കുക എന്നതല്ല ഒരു യഥാർത്ഥ ബന്ധം അവിടെ ഉണ്ടാകുന്ന നല്ലൊരു ബന്ധത്തിൽ അവർ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് ഒരു 15-20 മിനിറ്റ് എടുത്താൽ മാത്രമേ അവർക്കൊരു സെക്സിൻ്റെ മൂഡ് പോലും വരികയുള്ളൂ എന്നാണ് ശാസ്ത്രീയമായി പഠനം പറയുന്നത്. ആ ഒരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടി മാത്രം. അതുപോലെ ഇതൊരു സൂപ്പറായി ഒരു വിജയിക്കണമെങ്കിൽ, ദാമ്പത്യം വിജയിക്കണമെങ്കിൽ മണിയറയും സെക്സും ഒക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വചനം കൂടി ഉദ്ധരിച്ച് പറയാം. ആ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ ക്ഷയിക്കും, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. സഹാബികൾ അത്ഭുതപ്പെട്ടു, പ്രവാചകരെ നമ്മുടെ ദേഹേച്ഛ, നമ്മുടെ ഇച്ഛ അത് ഇതാക്കാൻ വേണ്ടി, നമ്മുടെ ഇച്ഛയ്ക്ക് നമ്മൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമോ? പ്രവാചകൻ പറഞ്ഞു, അതെ, നിങ്ങളിത് ഹറാമിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയില്ല. സഹാബികൾ പറഞ്ഞു, അതെ, ശിക്ഷയുണ്ട്. അപ്പോൾ അത് ഹലാലിലൂടെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതുപോലെ അത് അങ്ങനെ മനസ്സിലാക്കാം, പ്രതിഫലമുള്ള വലിയ നല്ല പുണ്യമുള്ള കാര്യമാണത്. അതേപോലെ ഇവിടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സെക്സിന് മുമ്പ് ദൂതന്മാരെ അയക്കുക. സഹാബികൾ ചോദിച്ചു, എന്താണ് പ്രവാചകൻ ദൂതന്മാരെ അയക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ നല്ല നല്ല വാക്കുകൾ പറയുക, ചുംബനം നടത്തുക, അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 10-15-20 മിനിറ്റോളം മണലിലേക്ക് അവർ കയറി വന്നാലും, അതുപോലെ ഒരുപാട് കിച്ചണിലൊക്കെ ഒരുപാട് വർക്കും ഒരുപാട് പണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്പനേരം അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും, ഇപ്പോൾ മണികൾ ബെഡിൽ പോയി ഇരുന്ന് കാത്തിരിക്കുകയല്ല, മറിച്ച് അവരുടെ കൂടെ എന്തെങ്കിലും രാവിലെ മുതൽ ഒരല്പം കൊഞ്ചിക്കൊയ്യാനും, അതുപോലെ അവരുടെ കൂടെ പാത്രം കഴുകാൻ കൂടെ ചില സീരിയസിലൊക്കെ നമ്മൾ കാണാറില്ലേ. അപ്പോൾ അത് നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കും അത്. അപ്പോൾ ഇവിടെ അവരുടെ കൂടെ പോവുക, എന്തെങ്കിലും ചിലപ്പോൾ ഇച്ചിരി പാത്രം കഴുകാൻ കൂടെ. ചിലപ്പോൾ ഭാര്യമാരൊക്കെ പറയാറുണ്ട്, നിങ്ങളൊന്നും ചെയ്യണം, കിച്ചണിൽ വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മളുമായുള്ള നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കാതെ കാരണമാകും. അവർ നല്ലൊരു വർത്തമാനം പറയുക, കൊച്ചു വർത്തമാനങ്ങൾ പറയുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മണിയറയിലേക്ക് വരുമ്പോഴാണ് ആ മണിയറയിലെ ജീവിതം ആ സെക്സിൻ്റെ ജീവിതം ഒരു സന്തോഷകരവും തൃപ്തികരവുമാകുന്നത്. അതുപോലെ അവർക്ക് 15-20 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ അവരോട് നല്ല നല്ല കാര്യങ്ങൾ പറയുക, സംസാരത്തിലേർപ്പെടുക. നമുക്കറിയാം പുരുഷനെ സംബന്ധിച്ചത് കണ്ടാലാണ് അവർക്ക് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക, ഡോപാമിൻ പോലുള്ള ഹോർമോണുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് ഒരുപാട് സ്പർശനത്തിൻ്റെയും ഒരുപാട് ചുംബനങ്ങളുടെയും ഒരുപാട് രഹസ്യങ്ങളുടെയും ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ സ്വകാര്യങ്ങൾ, നമ്മളെ ഒരുപാട് കഥകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള ആളുകൾ അവരൊക്കെ ഉറങ്ങിയിട്ട്, അപ്പോൾ ഇന്ന് നമുക്കറിയാം വീടുകളിൽ ഒരുപാട് റൂമുകളുണ്ട്. നമ്മളുടെ ഒരു ഫേസിലേക്ക് പോവുകയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക, കാര്യങ്ങൾ പറയുക എന്ന വലിയ ഇതാണ്. ഇപ്പോൾ ഒരുപാട് നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും അത് ഇറക്കി വെക്കാൻ, ആ ഭാരം ഇറക്കി വെക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഭാര്യ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ കൂട്ടുകാരോടും പെങ്ങന്മാരോടും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയും, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വരെ നമ്മൾ പറയും നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. എന്നാൽ ഭാര്യയോട് പറയും, ഓരോട് ആര് പറയുന്നതെന്ന് പറയാം നമ്മൾ. മറിച്ച് അങ്ങനെയല്ല, മറിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ പ്രവാചകൻ്റെ ഉദയസന്ധ്യയുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായൊരു സംഭവമുണ്ട്. അപ്പോൾ സഹാബികളൊക്കെ പ്രവാചകനെ അനുസരിക്കാൻ നിൽക്കുന്നൊരു സന്ദർഭം. അപ്പോൾ അങ്ങനെ ധിക്കാരം കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട് പ്രവാചകൻ ഇങ്ങനെ ഒരു വലിയ ഉദയസന്ധ്യ വായിക്കുമ്പോൾ ഏതൊരു സാധാരണ ആളുകൾ വായിക്കും നമ്മൾ പരാജയപ്പെട്ടു ഉള്ള ഒരു രീതിയിലുള്ളൊരു ഇതാണ് പ്രവാചകൻ ഒപ്പുവെച്ചത്. അപ്പോൾ അങ്ങനെ ഉംറയ്ക്ക് വേണ്ടി വന്നിട്ട് അത് മടങ്ങിപ്പോകണമെന്നാണ്, ഹജ്ജ് ചെയ്യാതെ മടങ്ങിപ്പോകണം അവരോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രവാചകൻ ഭയങ്കരമായ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ, അപ്പോൾ നമുക്കറിയാം ശക്തന്മാരായ സഹാബികളുണ്ട്, അനുചരന്മാരുണ്ട്, കൂടെ തന്നെ നമുക്കറിയാം പൂർവ്വ വേദങ്ങൾ വരെ പറയപ്പെട്ട അനുയായികളുണ്ട് പ്രവാചകൻ. അപ്പോൾ ഇവിടെ എന്നിട്ടും പ്രവാചകൻ പോയി ചോദിക്കുന്ന അബൂബക്കർ സിദ്ദീഖോടോ ഉമറുള്ളാഹിനോടോ ഉസ്മാനുള്ളാഹിനോടോ അലിയുള്ളാഹിനോടോ ഇവരോടൊന്നല്ല, അതുപോലെ ഉള്ള സഹാബികളോടല്ല ചോദിച്ചു. പ്രവാചകൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഞാൻ ചെയ്യുന്നത്, അനുസരിക്കാത്തൊരവസ്ഥ ഇവർ ഇങ്ങനെ ആ പ്രശ്നം പറയുന്ന സമയത്ത് ആ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകൻ താങ്കളുടെ മുടി എടുക്കുക, താങ്കൾ മുന്നോട്ട് പോകുക, അവരത് ചെയ്തോളൂ. അതങ്ങനെ തന്നെ പ്രവാചകൻ ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് വളരെ ഭാര്യബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാനുള്ള ഭാഗമാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, എനിക്കൊരു ഈർഷ്യത അവരോട് തോന്നിയതുപോലെ, ഞാനവരെ കണ്ടിട്ട് പോലില്ല, തോന്നിയതുപോലെ മറ്റാരോടും തോന്നിയിട്ടില്ല. കാരണം അത്രയും പ്രവാചകൻ എൻ്റെ ഖദീജ എന്ന് പറയുമായിരുന്നു. എന്താ അപ്പോൾ ഏത് പ്രയാസഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോഴും പ്രവാചകൻ ഓടി പോകുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്. അതിന് ജമ്മിലൂനി നമുക്കറിയാം, പുതപ്പിട്ട് മൂടു എന്ന് പറഞ്ഞ ഇറാ ഗുഹയിൽ നിന്ന് ഓടി വരുന്ന സന്ദർഭം. അപ്പോൾ നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ അതെല്ലാവർക്കും ഇല്ലല്ലേ, അതങ്ങനെയല്ല, അതിങ്ങനെയല്ലേ എന്ന് പറയാത്ത പകരം അവരെ പരിഗണിച്ചുകൊണ്ട് നല്ല കമൻറ്റുകൾ പറയാൻ, അവരെ അംഗീകരിക്കണം. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അംഗീകാരവും
ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പരിഗണനയാണ്. സ്ത്രീകളെ നമ്മൾ പരിഗണിക്കണം. തിരിച്ച് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവരും ആഗ്രഹിക്കുന്ന ഇതാണെന്നാണ്. അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അംഗീകാരമാണ്. നമ്മൾ വിചാരിക്കുന്നത് പരിഗണനയാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ അംഗീകാരമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ, അതുപോലെ ഞാൻ പറഞ്ഞു കുടുംബത്തിലെ, അതുപോലെ നല്ല രീതിയിലുള്ള ബന്ധത്തിലേർപ്പെടാൻ, നല്ല സമാധാനത്തിൻ്റെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാൻ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും അത് നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞ് നമ്മൾ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. ഇപ്പോൾ ഒരു തമാശ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കാം. പണ്ടൊരാൾ നല്ലൊരു പ്രഭാഷണം കേട്ടു. അപ്പോൾ അദ്ദേഹം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഴയ വീഡിയോ കാണുന്നതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഇവിടെ നല്ല പ്രസംഗം അയാൾ കേട്ടിട്ട് വിചാരിച്ചു, ഇനി മുതൽ ഭാര്യയോട് നല്ല കമൻറ്റ് പറയണം, ഇനി ഭാര്യയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയിട്ടാകുമ്പോൾ അന്ന് നല്ലൊരു ഭക്ഷണമൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഭാര്യ. അപ്പോൾ എത്രയോ വർഷങ്ങളായി ഇവർ ജീവിക്കുന്നു. അപ്പോൾ ഇയാൾ ഇന്നാ വിചാരിച്ച നന്നാണെന്ന്. അങ്ങനെ എന്നിട്ടാകുമ്പോൾ ഈ ഭക്ഷണം കൊടുത്തിട്ട് കഴിച്ചിട്ട് ഇയാൾ പറഞ്ഞു, അടിപൊളിയാണ്, നല്ല ഭക്ഷണം, മാഷാ അല്ലാഹ്, നിനക്ക് അധികത്തിലാക്കുക, അത് നിനക്ക് നല്ല ആരോഗ്യം ഇതൊക്കെ നൽകട്ടെ, നല്ല സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇയാൾ ഇപ്പോൾ നന്നായതാണ്. അപ്പോൾ ഭാര്യ പിന്നെ നടന്ന് ആടാട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് ഭാര്യയ്ക്ക് സുഖം ഉണ്ടായില്ല. ഭാര്യ പുറത്തുനിന്ന് ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്തതാണ്. അപ്പോൾ എവിടെ വിചാരിക്കുന്നത്, ഇത്രയും കാലം ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പോയി കമൻറ്റ് വരെ പറയാതെ മനുഷ്യൻ ഇപ്പോൾ അന്ന് അപ്പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കൊടുത്തില്ല ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവരെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയാനും തമാശയിലേർപ്പെടാനും, ചെറിയ ചെറിയ തമാശകൾ, വിനോദങ്ങൾ ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ നല്ല സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ വിവാഹ ജീവിതം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതും കൂടി പറയാം. അതായത് ഈ പ്രാർത്ഥനകൾ നമ്മൾ ദൈനംദിനമായി ഈ പ്രാർത്ഥന, പിന്നെ സൂറത്ത് ഫുർഖാനിലെ ഒരു പ്രാർത്ഥനയാണ്. അതായത് കൺകുളിർമ, ഞങ്ങളെ ഭാര്യമാരിലും മക്കളിലും കൺകുളിർമ നൽകണമേ എന്നാണ് ഈ പ്രാർത്ഥന. നിരന്തരമായി ആത്മാർത്ഥമായി ഞങ്ങൾക്ക് ഏറ്റവും അധികരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കൺകുളിർമ എന്ന് പറയുന്നത് ഖുറത അയ്യുൻ എന്നാണ് ആ ഒരു പദം. അപ്പോൾ ഈ കൺകുളിർമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാര്യമാരിലും മക്കൾ നമുക്ക് ഉണ്ടാകണേ, നമുക്കൊരിക്കലും കിട്ടാത്തൊരു സംഭവം പല ആളുകൾക്കത്. പക്ഷേ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ഇത് ഈ ഇത് മനസ്സിലാക്കണമെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ പിന്നെ ആസിയ ബീവിലേക്ക് കടലിലിങ്ങനെ ഇട്ടിട്ട് ആ ചരിത്രം നമുക്കറിയാം. അവിടെ ആസിയ ബീവിക്ക് കിട്ടുന്ന സമയത്ത് ആസിയ ബീവി പറയുകയാണെന്ത്, കൺകുളിർമ ഉണ്ടായ ഒരു സംഭവം ഇവിടെ പറയുന്നത്. അതുപോലെ ആ മൂസാ നബി അലൈഹി സ്വലാമിനെ തൻ്റെ പിതാവിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെയും പറയുന്ന ഒരു പദപ്രയോഗം കാണാം. ആ മാതാവിന് കൺകുളിർമ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവർക്ക് തിരിച്ചു നൽകി. ആ മൂസാ നബീനെ ഉമ്മാക്കനെ തിരിച്ചു നൽകി. അതുപോലെ പരലോകത്ത് നാളെ എത്തുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പരലോകത്ത് അവർക്ക് വേണ്ടി എന്തെല്ലാം കൺകുളിർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടത് എന്ന് അവർക്ക് ഒരിക്കലും അറിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എന്തെല്ലാം ഒരുക്കി വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൺകുളിർക്കുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ ഒരു കൺകുളിർമയാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.